ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇത്തിരി നേരം ഒന്ന് മൂവിയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ ശേഷം നമ്മുടെ നായകൻ അവന്റെ എക്സ് ലവറായ പെൺകുട്ടിയെ കാണുന്നു. അവരുടെ ആ ചെറിയ കൂടിക്കാഴ്ച മണിക്കൂറുകൾ നീണ്ടുപോവുകയാണ്. അതിനിടയിൽ പല പ്രശ്നങ്ങളും അവരെ തേടി വരുന്നുണ്ട്. അവനതിനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുവെന്ന് നമുക്ക് ഈ മൂവി കണ്ടു തന്നെ അറിയാം. നമ്മുടെ നായകനായ അനീഷ് ഇത്തിരി നേരം എന്ന പ്രോഗ്രാമിന്റെ ആങ്കർ ആയിരുന്നു. അവന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ചഞ്ചലെന്നും രാജനെന്നും പറയുന്ന ആൾക്കാരുമായിട്ട് അവൻ നല്ല കൂട്ടായിരുന്നു. അന്ന് വൈകുന്നേരം അവരുടെ കൂടെ മദ്യപിക്കാനായിരുന്നു അവന്റെ പ്ലാനിങ്. പിറ്റേന്ന് അവന്റെ മകളുടെ മാമോദിസയാണ്. ട്രിവാൻഡ്രം നഗരത്തിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് മദ്യപിക്കാൻ പ്ലാൻ ഇട്ടിരുന്നവരാകട്ടെ സാധനങ്ങൾ വാങ്ങി ആ റൂമിലേക്ക് പോകുന്നു. അവിടേക്ക് പോകുന്നതിന് മുമ്പ് അനീഷ് തന്റെ വീട്ടിലൊന്ന് കയറി തന്റെ ഭാര്യയും മകളെ ഒന്ന് കാണുന്നുണ്ട്. പിറ്റേന്ന് മാമോദിസയായിട്ടും അവനിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ മദ്യപിക്കാൻ പോകുന്നതിന് അവന്റെ വൈഫ് ഗീതുവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്താണ് നിന്നിരുന്നത്. അവൻ ക്രിസ്ത്യനും അവൾ ഹിന്ദുവുമാണ്. ഇവരുടെ കല്യാണം എല്ലാം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു നിന്നത് ഇവന്റെ ഈ കൂട്ടുകാരായിരുന്നു. ആദ്യമൊക്കെ രണ്ട് വീട്ടുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇവരെല്ലാം ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ചഞ്ചല രാജനും ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം റൂമിലെത്തി. അനീഷ് ഗീതുവിനോട് പറയുന്നുണ്ട്, ഞാൻ രാത്രി 8:30 തിരിച്ചു വരാമെന്ന്. മദ്യപിക്കാൻ പോകുന്നതുകൊണ്ട് അവൻ ബൈക്ക് എടുത്തില്ല, ഓട്ടോയിലാണ് പോകുന്നത്. എന്നാൽ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവന് പ്രതീക്ഷിക്കാത്തൊരു ഫോൺ കോൾ വരുന്നു. പരിചയമില്ലാത്തൊരു നമ്പർ. എന്നാൽ ട്രൂ കോളറിൽ ആ നമ്പറിന്റെ ഉടമയുടെ പേരുണ്ടായിരുന്നു അഞ്ജന. അവന്റെ മനസ്സിലൂടെ പെട്ടെന്ന് പല ഓർമ്മകളും കടന്നു പോകുന്നു. അതവന്റെ എക്സ് ലവറായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തതും വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും സംസാരിക്കാൻ ആരംഭിച്ചു. അഞ്ജന ഡൽഹി IIT-യിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ അവളിപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുണ്ട്. അടുത്താഴ്ച താൻ US-ലേക്ക് ഉപരിപഠനത്തിന് പോകുമെന്നും പറയുന്നു. അതിനു മുമ്പ് അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടുപേർ ഒരുമിച്ച് ട്രിവാൻഡ്രം കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് ഇവർ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം അഞ്ജന പോയതോടുകൂടി പഴയ മെമ്മറീസ് അവളുടെ മനസ്സിലും കടന്നു വന്നു. അതുകൊണ്ടാണ് അവനെ വിളിച്ചത്. ഫ്രണ്ട്സിന്റെ കൂടെ പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും തൽക്കാലം കുറച്ചുനേരം അവളെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് അവളെ ലൈബ്രറിയിലാണെന്ന് പറഞ്ഞപ്പോൾ താൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഓട്ടോ അവൻ നേരെ അങ്ങോട്ടേക്ക് വിടുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും വീണ്ടും കണ്ടു. രണ്ടുപേർക്കും ആ നഷ്ടപ്രണയത്തിന്റെ വേദന ഇപ്പോഴും ഉണ്ടായിരുന്നു. കുറച്ചുനേരം നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നടക്കാൻ ആരംഭിച്ചു. ആ സമയം അനീഷിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാത്ത കാരണം ഇവർ അനീഷിനെ കോൾ ചെയ്യുമ്പം അനീഷ് ഇവരുടെ കോളെല്ലാം തന്നെ കട്ട് ചെയ്യുകയായിരുന്നു. നമ്മുടെ ചഞ്ചലാകട്ടെ അത്യാവശ്യം കഞ്ചാവൊക്കെ വലിച്ചിട്ട് നല്ല കിക്കായിട്ടിരിക്കുകയാണ്. ചഞ്ചൽ ഒരുപാട് അശ്ലീല വീഡിയോസ് കാണുന്ന കൂട്ടത്തിലായിരുന്നു. അതിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് അവന് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അനീഷിനെ വളരെ കാര്യമാണ്. അവരെക്കാളും ഉയർന്ന പൊസിഷനിലാണ് അനീഷെങ്കിലും അവരോട് അങ്ങനെയൊന്നും ആയിരുന്നില്ല അനീഷ് പെരുമാറിക്കൊണ്ടിരുന്നത്. അനീഷും അഞ്ജനയും നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് മഴ പെയ്ത കാരണം അവർ ഒരു കടയിലേക്ക് കയറി നിൽക്കുന്നു. കുറെ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അഞ്ജന അവനോട് പറയുന്നുണ്ട്, നമുക്ക് ആ കാണുന്ന ബിൽഡിംഗിലേക്ക് പോകാമെന്ന്. അതൊരു ബാറായിരുന്നു. ആദ്യം അനീഷ് ഒന്ന് ഡൗട്ട് അടിക്കുന്നു. ഇവൾ ശരിക്കും ബാറിലേക്ക് തന്നെയാണോ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നു. എന്നാൽ അവന്റെ ചിന്ത കറക്റ്റ് ആയിരുന്നു. അവൾ നല്ല കൂളായിട്ട് ആ ബാറിലേക്ക് കയറി. ഒരു പെൺകുട്ടി ബാറിലേക്ക് കയറി വന്ന് കണ്ടതും എല്ലാവരും വല്ലാതൊരു നോട്ടം നോക്കി. അനീഷിനും എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ അവള് കൂളായിട്ട് കയറിയിരുന്ന് 2 ഡ്രിങ്ക്സ് ഒക്കെ പറയുന്നു. നീ ഈ ശീലമൊക്കെ എപ്പോ തുടങ്ങിയെന്നാണ് അവൻ ചോദിക്കുന്നത്. അതൊക്കെ അവൾക്ക് ഡൽഹി പോയിട്ട് കിട്ടിയ ശീലങ്ങളായിരുന്നു. നീ എന്നെ എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടെന്ന്. അവളും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ വൈഫിനെ പറ്റിയും കുട്ടിയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവൻ നാളെ മാമോദിസയാണെന്നുള്ള കാര്യം പറയുന്നു. എന്നിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, തന്റെ വൈഫിന് അതൊക്കെ അറിയാമെന്നാണ് അവൻ പറയുന്നത്. അവന്റെ ഇത്തിരി നേരം എന്നുള്ള പ്രോഗ്രാം അവൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളെക്കുറിച്ചും അവൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംസാരിക്കുന്നിടയിൽ അവൻ കാരണമാണ് ഇവർ ഒന്നിക്കാതെ പോയത് എന്നുള്ള രീതിയിലായിരുന്നു അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം വരുന്നു. നീ കുറച്ചു നേരമായിട്ട് ഇത് തന്നെ പറയുകയാണല്ലോ, ഞാൻ എന്താ ചെയ്തത്? അവൻ ദേഷ്യത്തിൽ അവളോട് ചോദിക്കുന്നു. ആകെ വല്ലാതായി അവളാകട്ടെ സിഗരറ്റ് വലിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവൾ ഈ ശീലം തുടങ്ങിയെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവളെ വല്ലാതെ ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട് തന്റെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് മുറിവുകളുണ്ടെന്ന്. അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. നീ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറയുകയാണോ? ഞാനെന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ മുറിവുകൾക്കൊക്കെ കാരണം ഞാനാണോ എന്ന് അവൻ ചോദിക്കുന്നു. കാരണം ഇവർ തമ്മില് കോളേജിൽ വെച്ച് കട്ട പ്രണയമായിരുന്നു. വിവാഹത്തിന്റെ അടുത്ത് വരെ എത്തിയതാണ്. 21-ാം വയസ്സില് അവൾ അങ്ങോട്ട് അവനോട് പറഞ്ഞു നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. എന്നാൽ ആ സമയത്ത് അവനൊട്ടും സെറ്റിൽ ആയിരുന്നില്ല. അവനൊരു ജോലി ഉണ്ടായിരുന്നില്ല. വീട്ടിലെ സാഹചര്യം മോശമായിരുന്നു. അത് കാരണം ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ പറഞ്ഞു. അവൾ ഡൽഹിയിലേക്ക് പോയി. 24 വയസ്സ് അവനായി കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെയായി നമുക്കിപ്പോ വിവാഹം കഴിക്കാമെന്ന് അവൻ പറഞ്ഞപ്പോ അവൾക്ക് ആ സമയത്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം. കുറച്ചുകൂടെ കഴിയട്ടെ എന്നായി. അവൾക്ക് താല്പര്യമുള്ളപ്പോ അവന് പറ്റില്ലായിരുന്നു. അവന് താല്പര്യം വന്നപ്പോ അവൾക്കും പറ്റില്ലായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ചെറിയ അകൽച്ചയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പിണങ്ങി. പിന്നെ കോണ്ടാക്ട് ഇല്ലാതെയായി. അങ്ങനെ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് പോലും ഇല്ലാതെയാണ് അവരുടെ റിലേഷൻഷിപ്പ് തന്നെ അവസാനിച്ചത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഇമോഷണൽ ആയിട്ട് അവനുമായിട്ട് വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. അവൾ നേരെ പോകാൻ ഉദ്ദേശിച്ചത് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. ഞാൻ നിന്നെ കൊണ്ടുവിടാൻ വരാമെന്ന് അവൻ പറഞ്ഞെങ്കിലും ആദ്യം അവള് വേണ്ടാന്ന് പറയുന്നു. ഈ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി ഓട്ടോ വിളിച്ചു കഴിയുമ്പോൾ വീണ്ടും അവനെ വിട്ടിട്ടു പോകാൻ അവൾക്ക് മനസ്സുണ്ടായില്ല. കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ എന്നാ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവൾ അവനെ വിളിച്ചതും അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ കൂടെ ഓടി ഓട്ടോയിലേക്ക് കയറി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ ഒരുമിച്ച് കറങ്ങി നടന്നതിനെ പറ്റിയും അവർ ആദ്യമായിട്ട് കിസ് ചെയ്തതിനെ പറ്റിയും ട്രിവാൻഡ്രത്തെ പല സ്ഥലങ്ങളിലും അവർ ക്ലാസ് കട്ട് ചെയ്ത് പോയതിനെ പറ്റി എല്ലാം തന്നെ സംസാരിക്കുന്നു. അവർക്കിടയിൽ മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും ആ ചെറിയ കിസ്സിങ്ങും ആ ചെറിയ ഹഗ്ഗിങ്ങും ഒക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ
അടിച്ചാ ചെയ്തതെന്ന് അവൻ പറയുമ്പോ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതൊന്നും അത്ര വലിയ കാര്യമല്ലാന്ന്. നമുക്കിടയിൽ വേറെ ഒന്നും തന്നെ നടന്നിട്ടില്ലല്ലോ. പണ്ടവൻ രാത്രിയില് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയും എവിടെയെങ്കിലും പോയി ഷാർജയൊക്കെ കുടിച്ചിരിക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പോഴും ശീലമുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ചെറിയ ബാറ് കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ പോയി വൈകുന്നേരം 2 അടിച്ച് സിറ്റിയുടെ വൈബൊക്കെ ആസ്വദിച്ചിരിക്കും. എന്നാ പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് അവൾ ചോദിക്കുന്നു. സമയം പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രാജനും ചഞ്ചലും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ടും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞതിന് അവൻ ഓക്കെ പറയുന്നു. ഓട്ടോ നേരെ ഇവൻ പറഞ്ഞ ആ ബാറിലേക്ക് വിടുന്നു. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാറ്. അവിടെ ചെന്നിട്ട് അവൾ വീണ്ടും മദ്യപിക്കുന്നുണ്ട്. നേരത്തെ റമ്മടിച്ച് അവളാകട്ടെ ഇപ്പോൾ ബിയർ കുടിക്കുന്നു. ഇങ്ങനെ മിക്സിംഗ് അടിക്കാത്തതാ നല്ലത്, പ്രശ്നമാകുമെന്ന് അവൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, എനിക്കിതൊക്കെ ശീലമാണെന്ന് അവൾ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അവളുടെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് പറയുന്നു, തനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, വീട് പൂട്ടി താക്കോല് ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്, നീ വരുമ്പോ എടുത്ത് തുറന്ന് അകത്ത് കയറിക്കൊള്ളാൻ. അവളങ്ങനെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിന് വൈഫിന്റെ മെസ്സേജ് വരുന്നു, എപ്പോ വരുമെന്ന് ചോദിച്ചിട്ട്. അവൻ ആ സമയത്ത് അതിന് റിപ്ലൈ കൊടുത്തില്ല. അഞ്ജന വന്ന് ഫ്രണ്ട് വിളിച്ച കാര്യം അനീഷിനോട് പറഞ്ഞു കഴിയുമ്പോൾ അനീഷിന് മനസ്സിലായി അഞ്ജന ഫ്രണ്ടിന്റെ വീട്ടില് ഇന്ന് രാത്രി ഒറ്റയ്ക്കാണെന്ന്. അവന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നു. ആ സമയം അവൻ പെട്ടെന്ന് തന്റെ വൈഫിന് ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ രാജൻ ചേട്ടന്റെയും ചഞ്ചലിന്റെയും കൂടെയാണ്, അവര് രാത്രി എന്നെ വിടുന്നില്ല, ഇന്ന് ഇവിടെ തന്നെ നിൽക്കാനാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ രാവിലെ മാമോദിസയുടെ സമയമാകുമ്പോഴേക്കും അങ്ങ് എത്തിക്കൊള്ളാമെന്ന്. ശരിക്കും അവന്റെ മനസ്സിൽ അന്ന് നൈറ്റ് അഞ്ജനയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അഞ്ജന വീണ്ടും ഗീതുവിനെ പറ്റി അനീഷിനോട് ചോദിക്കുന്നു. അനീഷിന്റെയും ഗീതുവിന്റെയും പ്രണയവിവാഹമായിരുന്നു. അഞ്ജനയുമായിട്ടുള്ള ഇവന്റെ റിലേഷൻഷിപ്പ് പൊളിഞ്ഞ ശേഷം ഇവൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ആ സമയത്ത് അവന്റെ ലൈഫിലേക്ക് വന്ന പെൺകുട്ടിയാണ് ഗീതു. അവർ അധികകാലമൊന്നും പ്രണയിച്ച് നടന്നില്ല. പരസ്പരം ഓക്കെ ആണെന്ന് തോന്നിയപ്പോ പെട്ടെന്ന് കല്യാണത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പൊ ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആണെന്നും പറയാം, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സിംഗ് ആണെന്നും അവൻ പറയുന്നു. ഒരുപക്ഷെ അഞ്ജനയുമായിട്ട് അവൻ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടാവുന്ന ആ ഒരു സന്തോഷം ഗീതുവുമായിട്ടുള്ള ലൈഫിൽ കിട്ടുന്നില്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ പ്രണയം തകർന്ന ശേഷം അഞ്ജനയുടെ ലൈഫിലും മറ്റൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവനെ പ്രണയിച്ചത്. എന്നാൽ അവൻ അവളെ ചതിക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് അവൻ മൊബൈലിൽ പകർത്തുകയും അവന്റെ ഫ്രണ്ട്സിനെ കാണിക്കുകയും ചെയ്തു. അവന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും ഇവളെ മോശമായിട്ടാണ് കണ്ടത്. ഇവളെ കാണുമ്പോഴൊക്കെ തന്നെ വൾഗറായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. ആ ദേഷ്യത്തില് അവനുമായിട്ട് അവൾ ബ്രേക്കപ്പ് ആയി. ആ വീഡിയോസ് ഇപ്പോഴും അവന്റെ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞ തന്റെ മനസ്സിലുള്ള ആ മുറിവുകള് അവൻ തന്നതാണെന്നാണ് അഞ്ജന പറയുന്നത്. അത് കേൾക്കുമ്പോൾ അനീഷ് ആകെ വല്ലാതെയാകുന്നു. അനീഷ് വിചാരിച്ചത് താനുമായിട്ടുള്ള ബ്രേക്കപ്പാണ് അവളുടെ മനസ്സിലെ മുറിവുകൾക്ക് കാരണമെന്നാണ്. പക്ഷെ അവൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലായി. ആ വീഡിയോസ് അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന്. തന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് ഞാൻ അവന്റെ മേൽ കൊടുത്ത ഒരു വിശ്വാസമായിരുന്നു. അത്രയധികം ഞാൻ അവനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രസ്റ്റ് അവൻ തകർത്തപ്പോ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. ആ മുറിവുകൾ എന്റെ മനസ്സിൽ കിടക്കുന്നത്. അല്ലാതെ ആ വീഡിയോ പോസ്റ്റായോ അവൻ അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യോ അങ്ങനെയുള്ള ചിന്തയൊന്നും എന്റെ മനസ്സിലില്ല. അവൾ വീണ്ടും വീണ്ടും മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതും മിക്സഡ് ആയിട്ട് പല പല ഡ്രിങ്കുകളും. ബ്രേക്കപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് എനിക്കൊന്ന് സ്മോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നു. രണ്ടുപേരും ഒരു സിഗരറ്റ് തന്നെ ഷെയർ ചെയ്ത് സ്മോക്ക് ചെയ്യുകയാണ്. അഞ്ജന അവനോട് ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് നിനക്ക് വേറെ ചുറ്റിക്കളി വല്ലതും ഉണ്ടോന്ന്. ഇതുവരെ അങ്ങനൊന്നുമില്ല, പക്ഷെ ഞാൻ അത്ര ഡീസന്റും അല്ല എന്നാണ് അവൻ പറയുന്നത്. രാമനും അല്ല കൃഷ്ണനും അല്ല, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കും ഞാനായിട്ട് അങ്ങോട്ട് പോയി ആരെ അപ്രോച്ച് ചെയ്യില്ല. പിന്നെ ആരെങ്കിലും എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ നോന്ന് പറയുകയില്ല. അതായത് ഏതെങ്കിലും സുന്ദരികളായ പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറില്ല എന്ന് തന്നെയായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ രണ്ടുപേരുടെയും മനസ്സിൽ പല ഫീലിംഗ്സും തോന്നുന്നു. അവൾ പതിയെ അവന്റെ തോളിലേക്ക് തലവെച്ചതും അവൻ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അവിടെ നിന്നും ഇറങ്ങി പോകാൻ നേരത്ത് രണ്ടുപേരും ലിഫ്റ്റിൽ ഒറ്റയ്ക്കായിരുന്നു. അവൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു മൊമെന്റിൽ അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നായി. എന്നാൽ പെട്ടെന്ന് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു. അതോടുകൂടി രണ്ടുപേരും മാറി നോർമലായിട്ട് പുറത്തേക്ക് ഇറങ്ങി. വഴിയിൽ കണ്ട ഒരു ഓട്ടോക്കാരന് കൈ കാണിച്ച് അതിലേക്ക് കയറി. അവളുടെ ഫ്രണ്ടിന്റെ വീട് കുമാരപുരത്തായിരുന്നു. അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അഞ്ജനയാകട്ടെ കുറേയധികം ഡ്രിങ്ക്സ് കഴിച്ചത് കാരണം നല്ല ഫിറ്റായിരുന്നു. അവൾ കുറെ തമാശകളൊക്കെ പറയാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഓട്ടോക്കാരന് മനസ്സിലായി. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ. ഇടയ്ക്ക് ഇയാള് മുറുക്കാൻ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടലിന്റെ അടുത്ത് വണ്ടി നിർത്തിയതും അഞ്ജന പെട്ടെന്ന് അനീഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവനും അവളെ കിസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഘട്ടത്തിൽ എത്തിയതും പെട്ടെന്ന് അഞ്ജന വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവള് വോമിറ്റ് ചെയ്തത് അനീഷിന്റെ ഡ്രസ്സിലും ഓട്ടോയിലും എല്ലാം വീണിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോക്കാരൻ ആകെ ബഹളം. വോമിറ്റ് ചെയ്ത് കഴിഞ്ഞതും അഞ്ജനയുടെ ബോധം പോയി. ഓട്ടോക്കാരന്റെ ബഹളവും അഞ്ജനയുടെ അവസ്ഥയും കാരണം അനീഷ് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി. അവൻ ആ കടയിൽ നിന്നും കുറച്ച് വെള്ളം വാങ്ങി അതെല്ലാം ക്ലീൻ ആക്കി. എത്രയൊക്കെ അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ടും അവളാകട്ടെ ഉണരുന്നില്ല. അബോധാവസ്ഥയിൽ തന്നെയാണ്. ഈ അവസ്ഥയിൽ അവളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അവൻ ആകെ കൺഫ്യൂഷനിലായി. അവളുടെ ഫ്രണ്ടിന്റെ വീടും അവൻ അറിയില്ല. ഓട്ടോക്കാരനാകട്ടെ ആകെ ബഹളം. ഇവരെ രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതിയെന്നായിരുന്നു. അവസാനം വേറെ വഴിയില്ലാതെ അനീഷ് പെട്ടെന്ന് തന്നെ രാജനെ കോൾ ചെയ്യുന്നു. ആ സമയം ചഞ്ചല് ബാത്റൂമിലാണ്. രാജനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അനീഷിനെ ഏത് രീതിയിലും രാജൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ ഹോട്ടലിൽ ഒരു റൂം കൂടി പറഞ്ഞു വെക്കാം, ആ പെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനാണ് രാജൻ പറയുന്നത്. ചഞ്ചലിനോട് തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പറയണ്ട, അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് ലീക്കാക്കുമെന്നും രാജൻ പറയുന്നു.
പറയുന്നു. അങ്ങനെ അനീഷ് അഞ്ജനയും കൊണ്ട് ആ ഹോട്ടലിന്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയം രാജൻ പെട്ടെന്ന് റെഡിയായി താഴേക്ക് പോകുന്നു. ഇതെവിടെ പോവാന്ന് ചഞ്ചൽ ചോദിക്കുമ്പോൾ തന്റെ ഒരു സുഹൃത്തിന് സുഖമില്ല, ഈ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു, ഞാൻ അവിടെ വരെ പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് രാജൻ പുറത്തേക്ക് ഇറങ്ങി. അഞ്ജലിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. രാജൻ പുറത്തെത്തിയപ്പോഴേക്കും അനീഷ് ഓട്ടോയിൽ അഞ്ജനയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അഞ്ജന അബോധാവസ്ഥയിലാണ്. അവളെ അങ്ങനെ ഹോട്ടലിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ റിസപ്ഷനിലുള്ളവർക്ക് ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അബോധാവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ പുരുഷന്മാര് ചേർന്നിട്ട് ഈ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആ ഹോട്ടലിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അവിടെ കൂടി നിന്നിരുന്ന പലരും ഇവരെ കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി. റിസപ്ഷനിലെ ആൾക്കാർ അവളുടെ അവസ്ഥ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് പ്രശ്നമാവും, ഇവിടെ എന്തായാലും റൂം തരാൻ പറ്റില്ല എന്ന്, എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ നിന്നും പോകണമെന്ന്. അതോടെ രാജനും അനീഷും ആകപ്പെട്ടു. ഓട്ടോക്കാരനാകട്ടെ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. എന്നാ പിന്നെ നമ്മുടെ വണ്ടി തന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് രാജൻ തന്നെ വണ്ടിയുടെ കീ തപ്പുകയായിരുന്നു. ആ സമയമാണ് അയാൾ ഓർക്കുന്നത് വണ്ടിയുടെ കീ റൂമിലാണെന്ന്. റൂമിലേക്ക് പോകാൻ അയാൾ തുടങ്ങിയതും ചഞ്ചല് കീയുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റിച്ച് രണ്ടുപേരും കൂടെ ഇതാണോ പരിപാടി എന്ന് ചോദിക്കുന്നു. നടന്ന സംഭവങ്ങളൊക്കെ പിന്നെ നിന്നോട് പറയാം, തൽക്കാലം ഈ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരും അഞ്ജനെ എടുത്തുകൊണ്ട് അവരുടെ വണ്ടിയിലേക്ക് കയറി. വണ്ടി കയറി ഉടനെ ചഞ്ചല് ചോദിക്കുന്നുണ്ട്, ഇതാരാ, എന്തുവിടെ നടക്കുന്നതെന്നൊക്കെ. അനീഷിന്റെ സുഹൃത്താണ്. രണ്ടുപേരും കൂടെ വെള്ളം ഒടിച്ച് അവസാന പെൺകുട്ടി ബോധം കെട്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചല് വേറെ രീതിയിലെടുക്കും. അതുകൊണ്ട് രാജൻ പറയുന്നുണ്ട്, അനീഷ് ഒരു കോളേജ് റീയൂണിയൻ പാർട്ടിയിൽ പോയതാ, എല്ലാരും കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പെൺകുട്ടി ഓവറായിട്ട് മദ്യപിച്ചു, ബാക്കി കൂട്ടുകാരെല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം അനീഷിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു എന്ന്. അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് അനീഷ് നമ്മളോട് ഒരു ഹെൽപ്പ് ചോദിച്ചതാ, അവന്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് രാജൻ പറയുന്നു. ചഞ്ചലിന് അത് അങ്ങോട്ട് അത്രയ്ക്ക് വിശ്വാസം തോന്നിയില്ല. എന്നാലും അനീഷിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അവൻ വണ്ടിയിൽ തന്നെയായിരുന്നു. അപ്പോഴും അഞ്ജനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു അവരുടെ ഡൗട്ട്. ചഞ്ചലിന്റെ വീട്ടിലേക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, അവന്റെ അച്ഛൻ കട്ടക്കലിപ്പാണ്. രാജന്റെതാകട്ടെ കോളനിയാണ്, അങ്ങോട്ട് വണ്ടി പോകില്ല. അബോധാവസ്ഥയിൽ ഇവളെ എടുത്തുകൊണ്ട് പോകണം, കോളനിക്കാരെല്ലാം കാണും. പിറ്റേന്ന് മാമോദിസ നടക്കാൻ പോകുന്ന അനീഷിന്റെ വീട്ടിലാകട്ടെ വീട്ടുകാരും അവന്റെ വൈഫും ഉണ്ട്. ഇവളെ ആ അവസ്ഥയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും പ്രശ്നമാണ്. അതുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ അവര് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് കന്യാകുമാരിക്ക് 73 കിലോമീറ്റർ എന്ന് കാണിക്കുന്നു. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതിയിട്ട് ഇവർ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസുകാർ കൈ കാണിക്കുമെന്ന് ഇവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. അവരുടെ സംശയം പോലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ കൈ കാണിച്ചു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാജൻ കള്ളം പറയുന്നു. ഇത് അനീഷിന്റെ വൈഫാണെന്നും 4 മാസം ഗർഭിണിയാണ്, തുണിയെടുക്കാൻ ടെറസിൽ കയറിയപ്പോൾ കാല് വഴുതിയൊന്ന് വീണു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതോടെ പോലീസുകാർ പെട്ടെന്ന് വണ്ടി വിട്ടു. പോലീസുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അനീഷ് അഞ്ജനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചഞ്ചൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഈ പെൺകുട്ടി എവിടോ കണ്ടിട്ടുണ്ടെന്ന്, ഏതോ വീഡിയോയിലാണ് കണ്ടേക്കുന്നത്. അതോടെ അനീഷ് ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. കാരണം അഞ്ജനയുടെയും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെയും പ്രൈവറ്റ് മൊമെന്റ്സ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് അവൻ വല്ല സൈഡിലും ഇട്ടിട്ടുണ്ടോ എന്ന് അനീഷിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം അങ്ങനത്തെ വീഡിയോസ് കൂടുതലും കാണുന്ന ആളാണ് ചഞ്ചല്. ഇനി അതുകൊണ്ടാണോ അവൻ ഇവളെ കണ്ടു പരിചയമുണ്ടെന്ന് പറയുന്നതെന്നുള്ള പേടിയായിരുന്നു അനീഷിന്. അഞ്ജന കാരണം ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും അനീഷിന് അവളോട് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ആ സാഹചര്യം മനസ്സിലാക്കി അവളെ കയറിയത് തന്നെയായിരുന്നു അവൻ ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഉറക്കത്തിൽ പിച്ചിമ്പയൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള പല മൊമെന്റ്സിനെയും പറ്റിയായിരുന്നു പറയുന്നത്. ഇടയ്ക്ക് അനീഷ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ചഞ്ചലിന് ഡൗട്ട് തോന്നുന്നു. ഇവർ തമ്മിൽ വേറെന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ചഞ്ചല് രാജനോട് പറയാൻ തുടങ്ങി. എന്നാൽ അനീഷ് പറയുന്നു, അതൊക്കെ അവൾ ഉറക്കപ്പിച്ചിൽ പറയുന്നത്, അതൊന്നും കാര്യമാക്കണ്ടെന്ന്. കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും എല്ലാവർക്കും യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അങ്ങനെ ചഞ്ചലും രാജനും ഒരു പമ്പനുള്ളിലേക്ക് കയറി. അനീഷ് അഞ്ജനയുടെ കൂടെ തന്നെ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അവര് ടോയ്ലറ്റിൽ പോയ നേരത്തിന് അവനാകട്ടെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ചഞ്ചൽ അപ്പോഴും രാജനോട് പറയുന്നുണ്ട് അവർ തമ്മിൽ വേറെന്തോ ബന്ധമുണ്ടെന്ന്. രാജൻ പറയുന്നു, ഇതുപോലൊരു അവസ്ഥയിൽ നമ്മളെ വിശ്വസിച്ചാണ് അനീഷ് നമ്മളെ കൂടെ കൂട്ടിയത്, അവനെ ഒരു രീതിയിലും ചതിക്കാൻ പാടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനും പാടില്ല. അവര് വണ്ടിക്കടുത്തേക്ക് എത്തിയപ്പോഴേക്കും അനീഷൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നു. നമ്മൾ മൂന്നുപേരും പോയി, ഇവൾ ഇതുവരെയും പോയിട്ടില്ല, ഇവൾ ഒരുപാട് മദ്യപിച്ചതല്ലേ, ഇനി വഴിയിൽ വെച്ചെങ്ങാനും പോണെന്ന് പറയുമെന്ന് ചഞ്ചല് രാജനോട് ചോദിക്കുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് രാജൻ വീണ്ടും വണ്ടി എടുത്തു. പക്ഷേ കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും പാതി ബോധത്തില് അഞ്ജന പറയുന്നുണ്ട്, എനിക്കിപ്പോ യൂറിൻ പാസ് ചെയ്യണമെന്ന്. അവിടെ എങ്ങും അടുത്ത് ടോയ്ലറ്റിനുള്ള വകുപ്പില്ല, അടുത്ത പമ്പ് വരണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അവൾ കാറിൽ സാധിക്കുന്നു പേടിച്ചിട്ട് പെട്ടെന്ന് അനീഷ് അവരോട് വണ്ടി നിർത്താൻ പറയുന്നു. അധികം ആളില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയതും അനീഷ് അവളെയും കൊണ്ട് ഒരു കാടിന്റെ ഏരിയയിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് ഇവർ വീണ്ടും തിരിച്ച് വണ്ടിയിലേക്ക് വന്നു കയറി. അഞ്ജനയുടെ കംപ്ലീറ്റ് വെയിറ്റും അനീഷിന്റെ തോളിലായിരുന്നു. എങ്ങനെയൊക്കെയോ അവളെ തിരിച്ച് കാറിലേക്ക് കയറ്റി. പാതിബോധത്തിൽ വീണ്ടും അവളാകട്ടെ ചഞ്ചലിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കിയെന്ന്. അത് കേട്ടതോടെ ചഞ്ചല് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇവര് ചുമ്മാ ഓരോന്ന് പറയുന്നതാ, ഞാനൊന്നും നോക്കിയിട്ടില്ല, ഞാൻ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു, ഇല്ലാത്ത കള്ളം ഇവർ പറയുന്നതെന്ന്. എന്നാൽ അത് കേട്ട് അനീഷ് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവൾ ഉറക്കത്തിൽ ഓരോന്ന് പിച്ചുമ്പയും പറയുന്നതാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഇത് സത്യമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതും സത്യമല്ല. ചഞ്ചലാകട്ടെ ദേഷ്യം വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഇവൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു, നാളെ രാവിലെ ഇവക്ക് ബോധം വരുമ്പോ ഇവള് വേണേ പറയും നമ്മൾ ഇവളെ പീഡിപ്പിച്ചു എന്ന്. കാരണം അവള് കണ്ണു തുറക്കുമ്പോ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് 3 ചെറുപ്പക്കാരുടെ കൂടെ കാറിലാണ് അവള്. എന്നാൽ അനീഷ് ആകട്ടെ അവനോട് പറയുന്നുണ്ട്, അവൾ
ഒരിക്കലും അങ്ങനെ പറയില്ലാന്ന്. ഒന്നുമല്ലെങ്കിൽ ഞാനും ഇവളും തമ്മിൽ ഇത്രയും പരിചയമുള്ളതാ, അതൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അതോടെ ചഞ്ചല് വീണ്ടും അനീഷിനോട് ചോദിക്കാൻ തുടങ്ങി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പാർട്ടിയിൽ വെച്ച് കണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇത്രയും കാലം പരിചയമുണ്ടെന്നൊക്കെ എന്തിനാ പറയുന്നതെന്ന്? അപ്പൊ നിങ്ങൾ തമ്മിൽ വേറെ എന്തോ ബന്ധമുണ്ട്. അനീഷിനാകട്ടെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ചഞ്ചലിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്താ പ്രശ്നമെന്ന്. ചഞ്ചല് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ചതിക്കുക, നിങ്ങൾ ഈ പെണ്ണും തമ്മിൽ വേറെ എന്തോ ബന്ധമുണ്ടെന്ന്. ഇത് കേട്ട് അനീഷ് പറയുന്നു, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, എനിക്ക് ഇവളോട് കട്ട പ്രണയമാണെന്ന്. ഇനി നിനക്ക് വേണമെങ്കിൽ ഇതെന്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് ഗീതുവിനെ കോൾ ചെയ്ത് അവൻ ചഞ്ചലിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. എന്നാൽ ചഞ്ചൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രാജൻ പെട്ടെന്ന് ഫോൺ വാങ്ങി ഗീതുവിനോട് സംസാരിക്കുന്നു. നാളെ മാമോദിസിക്ക് വണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്റെ അടുത്താണ്, എത്ര വണ്ടി വേണമെന്ന് ചോദിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കള്ളമൊക്കെ പറയുന്നു. അനീഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ബാത്റൂമിലാണെന്നും പറയുന്നു. രാജനാകിട്ട് ചഞ്ചലിനോട് പറയുന്നുണ്ട്, ഒന്നുമല്ലെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യാനുള്ളവരാ, അയാളുടെ ആ ഷോ കൊണ്ടാണ് നമ്മൾ പോലും ജീവിച്ചു പോകുന്നത്, അത് മറക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ചഞ്ചൽ ഒന്ന് റിലാക്സ് ആയി. അവർ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴേക്കും അഞ്ജന അനീഷിന്റെ മടിയിൽ കിടന്നുറക്കുമായിരുന്നു. അനീഷ് അവരുടെ പ്രണയ കാലഘട്ടമെല്ലാം ഓർത്തുകൊണ്ട് അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രാജനും ചഞ്ചലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ കന്യാകുമാരി എത്തി. നല്ല വെളിച്ചോളുടെ അടുത്തേക്ക് വണ്ടി നിർത്തിയ ശേഷം രാജൻ പുറത്തിറങ്ങി. അനീഷ് അയാളുടെ അടുത്തേക്ക് പോയിരുന്നു. രാജൻ അനീഷിനോട് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഇത് കുറച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഇവരുടേത് ഒരു അവിഹിതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു രാജൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അനീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ കട്ട പ്രണയത്തിലായിരുന്നു, ഭ്രാന്തമായ പ്രണയമായിരുന്നു ഞങ്ങൾക്കിടയിൽ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു. വിവാഹം വരെ എത്തിയതാ, എന്തോ നടക്കാതെ പോയി. അവളെ ഞാൻ ഇപ്പോഴും അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കുറച്ചു നേരത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ തീരുമാനം. എന്നാൽ അത് ഇങ്ങനൊരു അവസ്ഥയിലെത്തി. അവൾ നാളെ ഡൽഹിക്ക് തിരിച്ചു പോവുകയാണ്, അത് കഴിഞ്ഞ് യുഎസിലേക്കും. ഇനി ഒരിക്കലും ഞങ്ങൾ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും തന്നെ എനിക്കറിയില്ല. അവൻ വല്ലാതെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് രാജൻ അവനെ ആശ്വസിപ്പിക്കുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴാകട്ടെ അഞ്ജനയ്ക്ക് ബോധം വരുന്നു. അവള് നോക്കുമ്പോഴാകട്ടെ വണ്ടിയുടെ ഫ്രണ്ടില് ചഞ്ചലും രാജനും ഇരുന്ന് ഉറങ്ങുന്നു. അടുത്ത് വേറെ ആരുമില്ല. പേടിച്ച് അവള് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പം അനീഷ് സൗണ്ട് ഉണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ടപ്പോഴാണ് അവളൊന്ന് റിലാക്സ് ആയത്. ഒരു ഉണർത്താതെ അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്തൊക്കെയാ സംഭവിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ, ഞാൻ വല്ലാതെ അടിച്ച് ഓഫായി പോയെന്ന്. അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലാന്ന് അവൻ പറയുന്നു. എന്നാലും നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ബാറിൽ പോയി അടിച്ചു, പിന്നെ ആ റൂഫ് ടോപ്പിലുള്ള ബാറിലേക്ക് പോയി, അവിടെ നിന്ന് ഒരുമിച്ച് സ്മോക്ക് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ച് ലെഫ്റ്റിലേക്ക് കയറിയത് ഓർമ്മയുണ്ട്, പിന്നെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി ആ ഓട്ടോക്കാരൻ മുറുക്കാൻ വാങ്ങിക്കാൻ പോയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവള് പറയുന്നുണ്ട്, അതുവരെ ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ലാന്ന്. അവൾ അവനെ കിസ് ചെയ്തതോ അവർ രണ്ടുപേരും കിസ് ചെയ്യാൻ ശ്രമിച്ചതോ അവൾ വോമിറ്റ് ചെയ്തതോ പിന്നെ നടന്നതോ ഒന്നും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ശരിക്കും ആ സ്ഥലം കന്യാകുമാരിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവർ വന്നല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. രാജനും ചഞ്ചലും ഉണരുമ്പോ ഇവർ രണ്ടുപേരും ഇല്ല. ഇവരെ അന്വേഷിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം അനീഷും അഞ്ജനയും കടൽ തീരത്തിരിക്കുകയായിരുന്നു. അവരുടെ ബ്രേക്കപ്പിനെ പറ്റി ഇവർ സംസാരിക്കുന്നു. അന്ന് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ബ്രേക്കപ്പ് നമുക്കിടയിൽ നടന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ വഴക്കുണ്ടാക്കി പിണങ്ങിയിരുന്നതാണ്. പിന്നെ പതിയെ മിണ്ടാതെയായി. ആ കോണ്ടാക്ട് തന്നെ നിന്നുപോയി. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ബ്രേക്കപ്പ് ഒക്കെ നടന്നിട്ട് നിന്റെ കൈകൊണ്ട് എന്റെ കവളത്തൊരു അടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി ഓക്കെ ആയിരുന്നേനെന്ന് അവൻ പറയുന്നു. അവനത് പറഞ്ഞതും അവള് ചിരിച്ചുകൊണ്ടും കുറേയധികം വിഷമത്തോടു കൂടിയും അവനെ നോക്കുന്നു. ഒന്നിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു അവർ. പക്ഷെ സാഹചര്യങ്ങള് അവരെ ഒരുപാട് അകലത്തിലാക്കി. അവർ പതിയെ എഴുന്നേറ്റ് കാറിന്റെ അടുത്തേക്ക് നടന്നു. അതിനിടയ്ക്ക് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, തലേന്ന് രാത്രി നീ അടിച്ച് ഓഫായില്ലായിരുന്നെങ്കിൽ നമുക്കിടയിൽ വേറെ വല്ലതും നടക്കുമായിരുന്നു എന്ന്. അതിനവള് നീ പോടാന്ന് പറഞ്ഞിട്ട് നിനക്കൊരു അടി കിട്ടാത്തന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു. സ്വബോധത്തോടു കൂടി അഞ്ജന ചഞ്ചലിനെയും രാജനെയും പരിചയപ്പെടുന്നത് അപ്പോഴാണ്. താൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടിനെല്ലാം അവൾ സോറി പറയുന്നു. കുറച്ചുനേരം അവരുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അവൾ അവരുടെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയി. മോദിസിക്ക് മുൻപേ അവർക്ക് അവിടെ എത്തണം. അതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവർ ഒരുമിച്ച് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചഞ്ചൽ അവരോട് പറയുന്നുണ്ട്, അഞ്ജനെ എവിടെ കണ്ടുവെന്ന് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല, ഹിന്ദി വെബ് സീരീസിലും മറ്റും അഭിനയിക്കുന്ന ഒരു നായികയുടെ ഫേസ് കട്ട് അവൾക്കുണ്ടെന്ന്. അത് കേട്ട് അവളും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതുപോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ അനീഷിന് കുറച്ച് ആശ്വാസം തോന്നി. അവളുടെ വീഡിയോസ് ഒന്നും അവൻ കണ്ടിട്ടില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടില് അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ശരിക്കും അനീഷ് ഒരുപാട് വിഷമത്തിലായിരുന്നു. ഇനി അവളെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമെന്ന് പോലും അവൻ അറിയില്ല. പോകുന്നതിന് മുമ്പ് അവളാകട്ടെ അവൻ ആഗ്രഹിച്ച പോലെ അവന്റെ മുഖത്തൊരു അടി കൊടുക്കുകയും അവനെ കെട്ടിപ്പിടിച്ച് യാത്ര അയക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് അവിടെ വെച്ച് നടക്കുകയാണ്. ഒരുപാട് വിഷമത്തോടു കൂടി രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. വീട്ടിലേക്ക് അനീഷ് എത്തുമ്പോഴും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴും എല്ലാം തന്നെ അവന്റെ മനസ്സിൽ മുഴുവൻ അഞ്ജനയെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു. അഞ്ജന റെഡിയായി ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറി. ആ സമയം അവളുടെ ബാഗിൽ നിന്ന് തലേന്ന് രാത്രി അവർ സ്മോക്ക് ചെയ്തപ്പോൾ ഉപയോഗിച്ച അനീഷിന്റെ ലൈറ്റർ അവൾക്ക് കിട്ടുന്നുണ്ട്. അവളും അവനെ പറ്റി ഓർത്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. മാമോദിസ ടൈമിൽ പള്ളിയിൽ നിൽക്കുമ്പോഴും അഞ്ജന തിരിച്ചു പോയിട്ടുണ്ടാവുമെന്നായിരുന്നു അനീഷിന്റെ ചിന്ത. ആ സമയം അവളുടെ ഫോണിലെ റിംഗ് ടോൺ പോലൊരു റിംഗ് ടോൺ അവൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അത് മറ്റൊരാളുടേതായിരുന്നു. നിമിഷം അവൾ തിരിച്ചു വന്നു പോലും അവൻ ചിന്തിച്ചുപോയി. എന്നാൽ അത് അവളല്ലാന്ന് മനസ്സിലാക്കിയതോടുകൂടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ
ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.